ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ്. അത് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്രോ. അതിൻ്റെ സസ്പെൻഷൻ ബാക്കിലേക്ക് വന്ന ചെയിനും വീലും ഒക്കെ പിടിപ്പിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ബാക്ക് വീൽ പിടിപ്പിക്കുന്ന സസ്പെൻഷൻ വന്ന ഭാഗം ഇവിടുന്ന് കട്ടായി പോയേക്കാം. സ്വിങ് ആം എന്നാണ് ഇതിനെ പറയാം. അത് കറക്റ്റ് ഈ എൻഡ് വെച്ചിട്ട് ഒടിഞ്ഞു പോയേക്കാം. സാധാരണ ഇത് ഇവിടുന്ന് ഇങ്ങടേക്ക് വരുമ്പോൾ ഇവിടെ കമ്പനി വെൽഡിങ് വന്ന ഭാഗമാണ്. അപ്പോൾ ഇതിവിടെ ചെറിയൊരു ഗ്യാപ്പ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെള്ളം നിന്നിട്ടാണ് ഈ പ്രശ്നം കാണിക്കുക. പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല, നമുക്ക് ഉള്ളിലായതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൽ പെടില്ല. ഇടയ്ക്ക് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഐറ്റം മാറ്റി ഇത് പുതിയത് വയ്ക്കുകയാണ്, കാരണം ഓൾറെഡി വിട്ടു പോകുന്നതായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വെൽഡ് ചെയ്ത് നോക്കാം. വെൽഡ് ചെയ്താലും ഈ പറഞ്ഞ രീതികളെ നമ്മളൊരു ഐറ്റം മാറ്റിയിടുന്നതിൻ്റെ ക്വാളിറ്റി കിട്ടുമൊന്നുമില്ല. കുറച്ച് നാളങ്ങനെ കൊണ്ടുനടക്കാം എന്ന് മാത്രം. ചിലപ്പോൾ ഇതൊക്കെ വെൽഡ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ വീലിൻ്റെ അലൈൻമെൻ്റ് അടക്കം മാറാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റ് അലൈൻമെൻറ്റിൽ നിൽക്കില്ല, വിട്ടു പോകുന്നേക്കണോണ്ടാണ് ആ പ്രശ്നം. അപ്പോൾ നമ്മളത് മാറ്റിയിടുന്നുണ്ട്, പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ ഹീറോൻ്റെ തന്നെ ഈ KST എന്ന് പറയുന്ന പാർട്ട് നമ്പറിലുള്ളതാണ്. കമ്പനി ആയിട്ടാണ് 1055 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരാം. പിന്നെ അതേപോലെ തന്നെ അത് നമുക്ക് അതിൻ്റെ ബുഷ് ഉണ്ടാവില്ല, സൈഡിൽ വന്ന സ്വിങ് ആമിൻ്റെ ബുഷ് ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഈ പാർട്ട് നമ്പറിലുള്ളതാണ് അത് വേണ്ടതാണ്. KTC പാർട്ട് നമ്പറിൽ വന്നത് അത് ഒരെണ്ണത്തിന് 45 രൂപയുണ്ട്. പിന്നെ അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മാറ്റേണ്ടി വരുമ്പോൾ വന്ന കോസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ഓക്കെ.